അവകാശവാദങ്ങൾക്കിടെ കോൺഗ്രസിന്റെ മുൻ അഖിലേന്ത്യാ അധ്യക്ഷൻ ചേറ്റു ശങ്കരൻ നായർ അനുസ്മരണം ഇന്നാണ്. സി ശങ്കരൻ നായർ അനുസ്മരണം. ഈ ചേറ്റു ശങ്കരൻ നായർ അനുസ്മരണത്തിന്റെ കാര്യത്തിൽ അതൊരു രാഷ്ട്രീയ വിവാദമായി പോകുമെന്നുള്ളത് നമ്മൾ ആരും കരുതിയിരുന്നതല്ല. എന്നാൽ KPCCയിലും കണ്ണൂർ DCCയിലും പതിവിൽ നിന്ന് വ്യത്യസ്തമായി വിപുലമായ അനുസ്മരണ പരിപാടിയാണ് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്. അതിനൊരു രാഷ്ട്രീയമുണ്ടെന്ന് പ്രേക്ഷകർക്കറിയാം. ആ രാഷ്ട്രീയം ഇതാണ്. മങ്കരയിൽ ചേറ്റൂർ സ്മൃതി മണ്ഡപത്തിൽ BJP നേതാക്കൾ എത്തി. അപ്പോൾ മങ്കരയിൽ ചേറ്റൂർ സ്മൃതി മണ്ഡപത്തിൽ അല്പസമയത്തിനുള്ളിൽ പുഷ്പാർച്ചന നടത്താൻ BJPയുടെ തീരുമാനമുണ്ട്. കണ്ണൂരിലുമൊക്കെ ചേറ്റു ശങ്കരൻ നായരുടെ പേരിൽ കോൺഗ്രസ് കണ്ണൂരിൽ DCCയിലും KPCCയിലും ചേറ്റു ശങ്കരൻ നായരുടെ പേരിൽ അനുസ്മരണ പരിപാടിയും സംഘടിപ്പിക്കുന്നുണ്ട്. BS രഞ്ജിത്തും ഇക്ബാലും നമുക്കൊപ്പമുണ്ട്. ആദ്യം നമുക്ക് ആ വാർത്തയിലേക്ക് പോകാം. ഇക്ബാലിലേക്ക് ആദ്യം ഞാൻ ഒന്ന് പോകുന്നു. ഇക്ബാൽ, ഇപ്പോൾ നിൽക്കുന്നത് മങ്കരയിലാണോ ചേറ്റൂർ സ്മൃതിയിലാണോ ഇപ്പോഴുള്ളത്? അവിടെ BJP നേതാക്കളൊക്കെ എത്തുന്നുണ്ടോ? എന്താണ് ഇന്നത്തെ പരിപാടി? അവിടെ BJP നേതാക്കൾക്കൊപ്പം കോൺഗ്രസ് നേതാക്കളും ചേറ്റൂർ സ്മൃതിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ? ചേറ്റൂരിനെ ആരെടുക്കുമെന്നതാണ് ചോദ്യം. അരുൺ, അതായത് ഇത് 91-ാം ചേറ്റൂരിൻ്റെ 91-ാം ഈ ഓർമ്മ ദിവസമാണ്. ഈ ദിവസം വലിയ രീതിയിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ 90 വർഷവും ഇവിടെ KPCCയുടെ സംസ്കാര സാഹിത്യയുടെ എല്ലാം നേതൃത്വത്തിലായിരുന്നു ഈ ദിവസത്തിൽ ഈ പുഷ്പാർച്ചനയും അതുപോലെ തന്നെ അനുസ്മരണ സമ്മേളനവും എല്ലാം നടത്തിയിരുന്നെങ്കിൽ ഈ 91-ാം ഓർമ്മ ദിവസം ആചരിക്കാൻ വേണ്ടി പോകുന്നത് BJPയുടെ കൂടി നേതൃത്വത്തിലാണ്. കഴിഞ്ഞ ദിവസമാണ് BJPയുടെ നേതാക്കളെല്ലാം ചേറ്റൂരിൻ്റെ കുടുംബാംഗങ്ങളെ പാലക്കാടെത്തി കണ്ടത്. ഇതിന് പിന്നാലെയാണ് പിന്നീട് കോൺഗ്രസ് ചേറ്റൂരിനെ അവഗണിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് BJP രംഗത്തെത്തുകയും ചേറ്റൂരിൻ്റെ ഓർമ്മ ദിവസം അത് പുഷ്പാർച്ചനയും അതുപോലെ തന്നെ ഈ അനുസ്മരണ സമ്മേളനവും എല്ലാം നടത്താനുള്ളൊരു തീരുമാനത്തിലേക്ക് കടന്നത് കൗതുകരമെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്നത്. അതായത് ഒരു AICCയുടെ ഏക മലയാളി അധ്യക്ഷൻ അല്ലെങ്കിൽ AICCയുടെ മുൻ അധ്യക്ഷൻ ആയിട്ടുള്ള ചേറ്റൂർ ശങ്കരൻ നായരുടെ അനുസ്മരണ സമ്മേളനം ഇപ്പോൾ BJPയുടെ കൂടി നേതൃത്വത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. ആദ്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ BJPയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു കോൺഗ്രസ് അധ്യക്ഷൻ്റെ അനുസ്മരണ സമ്മേളനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മങ്കരയിൽ ഇന്നത്തെ ദിവസം വലിയ ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ദിവസം തന്നെയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നതാണ് മങ്കരയിൽ ഈ ഭാരതപ്പുഴയോട് ചേർന്നുള്ള ഈ ചേറ്റൂർ കുടുംബത്തിൻ്റെ ഈ ശ്മശാനമായിട്ടുള്ള ഈ മേഖലയിലാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ചേറ്റൂരിൻ്റെ ഈ സ്മൃതി കുടീരമുള്ളത്. ഈ സ്മൃതി കുടീരത്തിൽ ഇപ്പോൾ തന്നെ കോൺഗ്രസും BJPയും എല്ലാം എത്തി അവരുടെ കൊടിതോരണങ്ങളെല്ലാം ഇപ്പോൾ ഇവിടെ അലങ്കരിച്ചിരിക്കുകയാണ്. ഈ സ്മൃതി കുടീരം അല്പസമയത്തിനകം തന്നെ ആദ്യം പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്താൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് BJP നേതാക്കളുടെ നേതൃത്വത്തിലാണ്. BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗമായിട്ടുള്ള PK കൃഷ്ണദാസാണ് ഈ സ്മൃതി കുടീരത്തിന് സമീപത്തേക്ക് എത്തി പുഷ്പാർച്ചന ആദ്യം നടത്തുക. അതിനുശേഷം പിന്നീട് BJPയുടെ നേതൃത്വത്തിൽ മങ്കര വെള്ള റോഡുള്ള മേഖലയിൽ വെച്ച് ഒരു അനുസ്മരണ സമ്മേളനം നടക്കും. അതിനുശേഷം തൊട്ട് പിന്നീട് കോൺഗ്രസിൻ്റെ നേതാക്കൾ, അതായത് DCC അധ്യക്ഷൻ A തങ്കപ്പൻ, അതുപോലെ തന്നെ പാലക്കാട് MP VK ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ സ്മൃതി കുടീരത്തിന് സമീപത്തേക്ക് എത്തി ഇവിടെ പുഷ്പാർച്ചന നടത്തും. അതിനുശേഷം പിന്നീട് മങ്കരയിൽ വെച്ചാണ് കോൺഗ്രസിൻ്റെ അനുസ്മരണ സമ്മേളനം എല്ലാം നടക്കുന്നത്. നേരത്തെ പല ഘട്ടങ്ങളിലും അരുൺ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പല ഘട്ടങ്ങളിലും ഈ 90-ാം ഓർമ്മ ദിവസം വരെ സംസ്കാര സാഹിത്യയുടെ എല്ലാം നേതൃത്വത്തിലായിരുന്നു ഈ ചേറ്റൂരിൻ്റെ ഈ അനുസ്മരണ സമ്മേളനങ്ങളെല്ലാം നടത്തിയിരുന്നത്. പക്ഷേ ഇത്തവണ BJP കൂടി ഇത്തരത്തിലൊരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയതോടുകൂടി പിന്നീട് ഈ 91-ാം ചേറ്റൂരിൻ്റെ ഓർമ്മ ദിവസം മുതൽ വിപുലമായി തന്നെ ചേറ്റൂർ അനുസ്മരണ സമ്മേളനം നടത്താനുള്ള നീക്കത്തിലാണ് കോൺഗ്രസും ഉള്ളത്. KPCCയിൽ നടത്തുന്നു, KPCC ആസ്ഥാനത്ത് നടത്തുന്നു. അതിനോടൊപ്പം തന്നെ പാലക്കാട് DCCയുടെ നേതൃത്വത്തിൽ, കണ്ണൂർ DCCയുടെ നേതൃത്വത്തിലെല്ലാം ഇപ്പോൾ ചേറ്റൂർ അനുസ്മരണം നടത്താനുള്ള തീരുമാനത്തിലാണ്. ഇപ്പോൾ തന്നെ BJPയുടെ മങ്കരയിലെ പ്രാദേശിക നേതാക്കളെല്ലാം ഇപ്പോൾ ഈ മേഖലയിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇനി അല്പസമയം തന്നെ BJPയുടെ മറ്റ് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തും. ഇപ്പോൾ BJPയുടെ പാലക്കാട് ജില്ലാ നേതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എത്ര സമയത്തോടുകൂടി നിങ്ങളുടെ ഈ പരിപാടികൾ ആരംഭിക്കും? ഞങ്ങൾ ഏറെക്കുറെ ഒരു 5 നിമിഷത്തിനുള്ളിൽ തന്നെ നമ്മുടെ നേതാവ് PK കൃഷ്ണദാസ്, അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അവർ ഇവിടെ എത്തിച്ചേരും. ഇവിടുത്തെ പുഷ്പാർച്ചന കഴിഞ്ഞു കഴിഞ്ഞാൽ അനുശോചന യോഗം വെള്ള റോഡ് എന്ന് പറയുന്ന മെയിൻ റോഡിനകത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ യോഗത്തും കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഇതിപ്പോൾ ചേറ്റൂരിൻ്റെ 91-ാം ഓർമ്മ ദിവസമാണ്. ഇതിന് മുമ്പൊന്നും BJPയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ഓർമ്മ ദിവസം ആചരിക്കില്ല, അനുസ്മരണ സമ്മേളനം നടത്തില്ല. അപ്പോൾ ഇത്തവണ ഇതൊരു അവകാശവാദം ഉന്നയിച്ച് BJP എത്തില്ല, ചേറ്റൂരിനെ ഏറ്റെടുക്കുക എന്നുള്ള ലക്ഷ്യം കൂടി BJPക്ക് ഇല്ല? അല്ല, തീർച്ചയായിട്ടും അല്ല. അത് തെറ്റാണ് ഇത് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ തന്നെ O രാജഗോപാൽജി ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ വർഷം സുരേന്ദ്രജി, നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ പുഷ്പാർച്ചന ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പിന്നെ നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളിത് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത് പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. AICCയുടെ അധ്യക്ഷനായിട്ടുള്ള ഏക മലയാളിയായിട്ടുള്ള ഇവരെ പൂർണ്ണമായിട്ടും അവഗണിച്ചതുകൊണ്ടാണ് നമ്മൾക്ക് ഇതുപോലുള്ള ഒരു ദേശീയ നേതാവിനെ അങ്ങനെ താഴ്ത്തി കെട്ടാൻ പറ്റില്ല എന്നുള്ള നിലപാട് കൂടിയിട്ടാണ് പ്രധാനമന്ത്രി പോലും
ഇവരെ സ്പർശിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായത്. അല്പസമയം തന്നെ ബി.ജെ.പിയുടെ നേതാക്കൾ എത്തി ഇവിടെ അനുസ്മരണ ഞാൻ വരാം ഇക്ബാൽ. അതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ കോൺഗ്രസിനെ പ്രശാന്ത് ശിവനും എനിക്കൊന്നു പി കെ കൃഷ്ണൻ അല്പസമയത്തുള്ളിൽ എത്തുന്ന സമയത്ത് ഇക്ബാൽ പറയൂ. ഞാൻ ഇക്ബാലിലേക്ക് തിരിച്ചു വരാം.